വെൽക്കം ബാക്ക് എ ടു സെഡ് ഡിജിറ്റൽ മാർക്കറ്റിന്റെ ആദ്യത്തെ എപ്പിസോഡ്. ഇപ്പോൾ ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഗൂഗിൾ ആഡ്സൻസിലൂടെ എങ്ങനെ നമുക്ക് കുറഞ്ഞ ചിലവിൽ പൈസ കൊടുത്ത് നമുക്ക് യൂട്യൂബിലും ഗൂഗിൾ സെർച്ചിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലൊക്കെ നമ്മൾ സെർച്ചിൽ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളൊരു കുറഞ്ഞ ചിലവിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റ് കമ്പനിക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് 3000 രൂപയ്ക്ക് ചെയ്യണമെങ്കിൽ 3000 രൂപ എക്സ്ട്രാ ഫീസ് കൊടുക്കേണ്ടി വരും ഒരു മാസത്തേക്ക്. 6000 രൂപയ്ക്ക് ആണെങ്കിൽ 9000 രൂപ കൊടുക്കേണ്ടി വരും. ഇപ്പം നമ്മൾ സ്വന്തമായിട്ട് പഠിക്കുകയാണെങ്കിൽ 3000 രൂപ നമുക്ക് ലാഭമാണ്. അതിനിപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ നമുക്ക് ഈ ഗൂഗിൾ ആഡ്സൻസിന്റെ അക്കൗണ്ട് ഇല്ലാത്തവർക്ക് ഇത് സൈൻ ചെയ്തിട്ട് ഗൂഗിൾ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കൂടി സൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും. നമുക്ക് ആദ്യം പോലെ എങ്ങനെയാണ് തുടങ്ങുന്നത് നോക്കാം. സ്റ്റാർട്ട് നൗ അടിക്കുമ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ട് നൗ അടിക്കുമ്പോൾ നമ്മുടെ പേജിലേക്ക് അത് പോകും. ഓക്കെ, ഇപ്പൊ നമ്മുടെ പേജ് ഗൂഗിളിന്റെ ആഡ്സൻസിന്റെ ഇതാണ്, എംബ്ലമാണ്. ഇപ്പൊ ഈ ആഡ്സൻസ് നമ്മുടെ പേജ് ഓപ്പൺ ആയി വരും. അപ്പൊ ഇത് ആദ്യമായിട്ട് നമുക്ക് ഏതെങ്കിലും ആഡ്സൻസ് കൊടുക്കണമെങ്കിൽ നമുക്ക് അതിനകത്ത് അക്കൗണ്ടിലാണ് ഫസ്റ്റ് പേയ്മെന്റ് ചെയ്യുക. നമ്മൾ 500 രൂപ മുതൽ മേലോട്ട് എത്ര രൂപ വേണമെങ്കിലും അടയ്ക്കാൻ പറ്റും. നമ്മൾ പേയ്മെന്റ് അടച്ചാൽ മാത്രമേ നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ പറ്റൂ. ഞാൻ നേരത്തെ 2 ആഡ്സൻസ് കൊടുത്തതിന്റെയാണ് ഈ കാണുന്നതൊക്കെ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് പേയ്മെന്റ് കൊടുക്കുക എന്നുള്ളതിനകത്തുള്ള പല ഓപ്ഷൻസ് ഉണ്ട്. ക്രെഡിറ്റ് കാർഡ് വെച്ച് അയക്കാൻ വേണ്ടി മണി ട്രാൻസ്ഫർ ചെയ്ത് ഇങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. ആദ്യം നമുക്ക് അതിനകത്ത് ബിൽ പേയ്മെന്റിന്റെ സെക്ഷനിലേക്ക് നോക്കാം. ഇവിടെ ബില്ലിങ്ങിനകത്ത് സമ്മറി ഉണ്ട്. സമ്മറിയിലാണ് നമുക്ക് അതിന്റെ പേയ്മെന്റിന്റെ ട്രാൻസാക്ഷനൊക്കെ നടന്നത് അറിയാൻ പറ്റും. നമ്മളിപ്പോൾ പേയ്മെന്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മെയിലായിട്ടത് അതിന്റെ റെസിപ്റ്റ് വരും, പേയ്മെന്റ് എത്ര ട്രാൻസാക്ഷൻ ചെയ്യുന്നു. ഇപ്പൊ ഇതാണ് എന്റെ ബാലൻസ്. അപ്പം ഇത് നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട് ഇതിനകത്ത് അടയ്ക്കാൻ പറ്റുന്നത്. അപ്പൊ ഡോക്യുമെന്റ്സ്, നമ്മൾ ബില്ല് അടച്ചതിന്റെ ഡോക്യുമെന്റ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. ഇത് നമ്മുടെ ബിൽ പേയ്മെന്റിന്റെയാണ്. നമ്മൾ അടിച്ച് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് പ്രിന്റ് എടുക്കാം. പിന്നെ അതിനുശേഷം ഡോക്യുമെന്റ്സ്, പിന്നെ ട്രാൻസാക്ഷൻ. ഞാൻ ട്രാൻസാക്ഷൻ ചെയ്തതിന്റെയാണ് ഈ ഡീറ്റെയിൽ എല്ലാം കാണിക്കുന്നത്. അതിവിടെ ഞാൻ ആദ്യം കുറെ ട്രൈ ചെയ്തിട്ട് എനിക്കത് പിന്നെ ട്രാൻസ്ഫർ ആയിരുന്നില്ല. ഇത് ഗൂഗിൾ ആഡ്സൻസിലേക്ക് മണി ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമുക്ക് ഇന്റർനാഷണൽ മണി ട്രാൻസ്ഫർ ആയിട്ടുള്ള ATM-ൽ നമുക്ക് അത് ചെയ്തേ പറ്റത്തുള്ളൂ. എന്നാലേ നമുക്ക് പൈസ ട്രാൻസ്ഫർ ആക്കാൻ പറ്റും. അല്ലാത്ത ATM-ൽ നിന്ന് ട്രാൻസ്ഫർ ആവില്ല. പിന്നെ നമുക്ക് എങ്ങനെയാണ് ഒരു വീഡിയോ ചെയ്യുന്നത് നോക്കാം. എങ്ങനെയാണ് ഒരു ആഡ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ ഈ ന്യൂ ക്യാമ്പയിൻ ആണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ന്യൂ ക്യാമ്പയിനിൽ പ്രസ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഇങ്ങനെ ഓരോന്ന് വരും. ഗൂഗിൾ സെയിൽ, ഓൺലൈൻ, ഇങ്ങനെ ലീഡ്സ്, ട്രാഫിക്. ഇപ്പൊ യൂട്യൂബിൽ കൊടുക്കണമെങ്കിൽ ആപ്പ് പ്രൊമോഷൻ ആണ് കൊടുക്കുന്നതെങ്കിൽ ആപ്പ് പ്രൊമോഷൻ എടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം ആ പ്രൊമോഷൻ എടുത്തതിന് ശേഷം ഡ്രൈവ് അപ്പ് ആ പ്രൊമോഷൻ സ്റ്റോർ ഗൂഗിൾസ് നെറ്റ്വർക്ക് അതെടുക്കുക. അതിൽ ആപ്പ് ഇൻസ്റ്റാൾ പ്രസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഏതിലാണോ ആൻഡ്രോയിഡും iOS ഉണ്ടെങ്കിൽ രണ്ടിലും കൊടുക്കുക. ആൻഡ്രോയിഡ് മാത്രമേ ഉള്ളെങ്കിൽ ആൻഡ്രോയിഡ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ട ഏതാണ് വെബ്സൈറ്റ്, ആപ്പ് ഏതാണെന്നുള്ളത് നമ്മളിവിടെ കൊടുക്കുക. അവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ആപ്പ് ലൈവിലുള്ള ആപ്പ് അവിടെ വരും. ആ ആപ്പ് പ്രസ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഇവിടെ ഇങ്ങനെ വരും. അതിനുശേഷം വീണ്ടും കണ്ടിന്യൂ കൊടുക്കുക. ഇതിൽ ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്താൽ മാത്രമേ അത് കറക്റ്റ് കിട്ടൂ. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഗൂഗിൾ ഇത് റിജക്റ്റ് ചെയ്യും. അതാണ് പ്രശ്നം. അപ്പൊ ഇവിടെ നമ്മളൊരു പേര് കൊടുക്കാം. പുതിയൊരു പേര് അറിയാൻ വേണ്ടിയിട്ടൊരു പേര് കൊടുക്കണം.
ഞാനതിൽ പ്ലേ സ്റ്റോർ, വേൾഡ് മാട്രിമോണി പ്ലേ സ്റ്റോർ പ്രൊമോഷൻ പേര് കൊടുത്തു. ഇതിൽ ഏതൊക്കെ കൺട്രിയാണ് നമ്മൾ കൊടുക്കേണ്ടതെന്നുള്ളത് ഇവിടെ സെർച്ച് ചെയ്യാം. എല്ലാ രാജ്യത്തും ഇത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആൾ കൺട്രീസ് ആൻഡ് ടെറിട്ടറീസ് എന്നാ കൊടുക്കുക. അതിനുശേഷം ഇന്ത്യ മാത്രം മതിയെങ്കിൽ ഇന്ത്യ, പിന്നെ അത് സെർച്ച് ചെയ്തിട്ട് എടുത്താൽ മതിയെങ്കിൽ അത് സെർച്ച് ചെയ്തിട്ട് എടുക്കുക. പിന്നെ അതിനുശേഷം ലാംഗ്വേജ്, നമുക്ക് ഏത് ലാംഗ്വേജൊക്കെയാണ് നമുക്ക് അവരോട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത്, കസ്റ്റമർ ഇതിൽ വിളിക്കുന്നവരെ ഞാൻ ഇംഗ്ലീഷ് മലയാളം കൊടുത്തു. അതിനുശേഷം നമ്മുടെ ആവറേജ് ബഡ്ജറ്റാണ് ഡെയിലി എത്ര രൂപയ്ക്ക് നമുക്ക് ഇതിനകത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കാന്നുള്ളതാണ് ഇത് കൊടുത്തേക്കുന്നത്. ഞാൻ 1000 കൊടുത്തു. പിന്നെ അതിനുശേഷം നമ്മുടെ ഇൻസ്റ്റാ വോളിയം, പിന്നെ യൂസേഴ്സ്, പിന്നെ അത് പെയർ ഇൻസ്റ്റാളിന് എത്ര വെച്ച് കൊടുക്കാന്നുള്ളത് കൊടുത്തു. നമ്മൾ 1 കൊടുത്തു. പിന്നെ അതിനുശേഷം പിന്നെ എന്ന് മുതൽ എന്ന് വരെയാണെന്ന് ഉള്ളതാണ് ഇതിനകത്ത് കാണിച്ചിരുന്നത്. അപ്പോൾ ഞാൻ മാർച്ച് 1 മുതൽ കിട്ടത്തില്ല. അതിനകത്ത് വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരാഴ്ചയെങ്കിലും എടുക്കുക. പിന്നെ റിജക്റ്റ് ഒക്കെ ആകുമ്പോൾ അത് മാറ്റി വരണം. അപ്പം മാർച്ച് 6 മുതൽ കൊടുത്തു. അതിനുശേഷം ഞാൻ എൻഡ് ഡേറ്റ് കൊടുക്കുന്നില്ല, എൻഡ് ഡേറ്റ് 3 കൊടുക്കുന്നു. പിന്നെ അതിനുശേഷം ഷോ അഡ്വാൻസ് സെറ്റിങ്സ്, അഡ്വാൻസ് സെറ്റിങ്സ് അകത്ത് നമുക്കൊന്നും കൊടുക്കാനില്ല, അതുകൊണ്ട് അത് ഹൈറ്റാക്കി. പിന്നെ അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ. ഇവിടം വരെ നമുക്ക് ഈസിയാണ്. പിന്നെ അതിനുശേഷമാണ് കുറച്ച് പാടുള്ളത്. അടുത്ത സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇവിടെ ഒരു പേര് കൊടുക്കുക. ഞാൻ അത് കൊടുത്തു, പ്ലേ സ്റ്റോർ പ്രൊമോഷൻ കൊടുത്തു. പിന്നെ ഇവിടെയാണ് നമുക്ക് കൂടുതലായിട്ട് ചെയ്യാനുള്ളത്. ഇതിൽ ഓരോന്നിലും 5 ഹെഡ്ലൈൻ ഉണ്ട്. അപ്പം ഞാൻ ഓരോ ഹെഡ്ലൈൻ നോക്കുക. ഇത് നമ്മൾ ക്യാപിറ്റലൈസേഷനോ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ പോളിസിക്ക് വിരുദ്ധമായിട്ട് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് റിജക്റ്റ് ആക്കും. അതിനുശേഷം നമ്മൾ ഓരോന്ന് സ്പേസ് ഇട്ട് വേണം ചെയ്യാനായിട്ട്. അതിനുശേഷം നമ്മൾ ഡോട്ട് ഫിനിഷ് ചെയ്യുക. ഇപ്പം 30 സെക്കൻഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ 30 സെക്കൻഡിൽ എടുക്കാൻ പാടില്ല. അതിനുശേഷം രണ്ടാമത്തെ ഹെഡ്ലൈൻ കൊടുക്കുക.
ഡീറ്റെയിൽസ് കഴിഞ്ഞ ശേഷം പിന്നെ 6 സെക്കൻഡേ ഉള്ളൂ. 6 സെക്കൻഡിലാകുമ്പോൾ അതിൽ കിട്ടാത്തതുകൊണ്ട് ഞാൻ അവിടെ ഡോട്ട് കൊടുത്ത് നിർത്തി. അതിനുശേഷം അതിൻ്റെ താഴത്തെ ഹെഡ്ലൈനിൽ അടുത്ത സെൻറ്റൻസ് കൊടുക്കുകയാണ്. അവിടെയും ഞാൻ ഡോട്ട് കൊടുത്ത് നിർത്തി. അതിനുശേഷം 4ാമത്തെ ലൈനിലേക്ക് പോയി. 4ാമത്തെ ലൈനിൽ അപ്പോൾ ഓരോന്നിലും നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്ത് സ്പേസ് കൊടുക്കണം. സ്പേസ് കൊടുത്തെങ്കിൽ അത് മുന്നോട്ട് പോകത്തുള്ളൂ, അല്ലെങ്കിൽ അത് റിജക്റ്റ് ആവും. പിന്നെ ഓരോ സെൻറ്റൻസ് കഴിയുമ്പോൾ അവിടെ ഒരു കോമ കൊടുക്കണം. അപ്പോൾ ഇത് ഓവറായതുകൊണ്ട് എനിക്ക് ആ സെൻറ്റൻസ് അവിടെ കൊടുക്കാൻ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ 100% പ്രൈവസി എന്നുള്ളത് കൊടുത്ത് ഡോട്ട് കൊടുത്ത് നിർത്തി. അപ്പോൾ അടുത്ത ലൈനിലേക്ക് പോയി. ഞാൻ അവിടെയും ഡോട്ട് കൊടുത്ത് നിർത്തി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഹെഡ്ലൈൻ ഇത് ആയിട്ടുണ്ട്. ഇനി അടുത്ത 90 സെക്കൻഡുള്ള ഡിസ്ക്രിപ്ഷൻ ആണ് വേണ്ടത്. ഇതൊരു 5 ലൈൻ ഉണ്ട്. ഈ 5 ലൈൻ നമ്മൾ ചെയ്യണം. ചെയ്യുമ്പോഴാണ് അവർ ഇതാക്കി തരും ഇതാവുന്നത്.
അപ്പോൾ അവിടെ ഞാനൊരു ഡോട്ട് കൊടുത്ത് നിർത്തി. അതിനുശേഷം അതിൻ്റെ താഴെ വന്നു. അതിന് താഴെ ഞാൻ അടുത്തത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ലൈനും ഞാൻ അവിടെ നിർത്തി. ഇനി നമ്മൾ അടുത്ത അതിൻ്റെ താഴത്തെ ഡിസ്ക്രിപ്ഷനിലേക്ക് പോകണം. താഴത്തെ ഡിസ്ക്രിപ്ഷനിലും ഇതുപോലെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്യുക. അവിടെ ഞാനത് ഡോട്ട് കൊടുത്ത് നിർത്തി. അതിനുശേഷം അതിൻ്റെ താഴത്തെ ഡിസ്ക്രിപ്ഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ഇതുപോലെ നമ്മൾ ടൈപ്പ് ചെയ്ത് വെക്കുക. അവിടെ ഞാൻ ഡോട്ട് കൊടുത്ത് ഇപ്പോൾ 4 അതിന് ഒരു താഴത്തെ ഡിസ്ക്രിപ്ഷൻ മാത്രമേ ഉള്ളൂ.
അത് ഞാൻ അവിടെ ഡോട്ട് കൊടുത്ത് നിർത്തി. ഇപ്പം ഏകദേശം 5 ലൈൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 എണ്ണം കാണാൻ പറ്റും. ഹെഡ്ലൈനും ഡിസ്ക്രിപ്ഷൻ ശരിയായിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഇമേജസ് കൊടുക്കണം. മൂന്നാമത്തെ ഇതാണ് ഇമേജസ്. ആ ഇമേജസ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുക. ചോയ്സ് ഫയൽ ടു അപ്ലോഡ് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഗ്യാലറിയിൽ നിന്നുള്ള നമുക്ക് ഇതിന് എത്ര MB സൈസാണ് ഇതിനകത്ത് കൊടുക്കാൻ പറ്റുമോ അത് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് നോക്കാം. ഇമേജസ് അപ്ലോഡ് ചെയ്യുകയാണ്. ആ ഇമേജസ് ഇതിനകത്ത് 1135 സൈസ് മാത്രമേ ഇതിനകത്ത് അപ്ലോഡ് ആവുള്ളൂ. ഇത് ഞാൻ അപ്ലോഡ് ചെയ്ത് 1600 ഉണ്ടായതുകൊണ്ടാണ് അത് റിജക്റ്റ് ചെയ്യുന്നത്. അത് നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്ത കുറച്ച് ഇമേജസ് ഇതിനകത്ത് കിടപ്പുണ്ട്. ഇതെല്ലാം 1200 സൈസാണ് ഈ കിടക്കുന്നതെല്ലാം. അപ്പോൾ ഞാൻ ഈ ഇമേജസ് ഉപയോഗിക്കുകയാണ്. ഈ ഒരു ഇമേജസ് എടുത്തു, ഈ ഇമേജസ് എടുത്തു. അപ്പം ഞാൻ ഈ 5 ഇമേജസ് എടുത്തിട്ട് ഇവിടെ സേവ് ചെയ്ത് കൊടുത്തു. സേവ് ചെയ്തെടുത്തപ്പോൾ അത് നമ്മൾ പ്ലേ സ്റ്റോറിൽ എങ്ങനെയാണ് വരുന്നതെന്നുള്ളതിൻ്റെ എംബ്ലോക്ക് വന്നിട്ടുണ്ട്. ഇത് വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് ഒരു 4-5 ദിവസം എടുത്തിട്ടേ ഇത് ആഡ് റൺ ആകത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഡിസ്പ്ലേ ഉണ്ട്, സെർച്ച് ഉണ്ട്. സെർച്ചിലാണ് കൊടുക്കേണ്ടെങ്കിൽ സെർച്ച് ഉണ്ട്, യൂട്യൂബിലുണ്ട്, പിന്നെ ഡിസ്കവർ ഉണ്ട്, ഗൂഗിൾ പ്ലേ സ്റ്റോർ ഉണ്ട്. ഗൂഗിൾ പ്ലേ സ്റ്റോറിലാണ് കൊടുക്കേണ്ടതെങ്കിൽ നമ്മൾ ഈ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഞെക്കുമ്പോഴത്തേന് അത് പ്ലേ സ്റ്റോറിൽ ഇതായി. അത് ഇതിപ്പം ആഡ് കൊടുക്കുമ്പോൾ നമ്മുടെ ഗൂഗിളിൽ ഏറ്റവും മുകളിൽ ഒരാൾ മാട്രിമോണി എന്നടിക്കുമ്പോൾ തന്നെ അത് ഏറ്റവും മുകളിൽ നമ്മുടെ ഇത് വരും. ഈ പ്രൊമോട്ട് ചെയ്യുന്ന ഏത് സൈറ്റാണോ ആ സൈറ്റ് വരും. ഇപ്പോൾ വേൾഡ് മാട്രിമോണി എന്നുള്ള പേര് അറിയാത്തൊരു ആള് മാട്രിമോണി സൈറ്റ് സെർച്ച് ചെയ്യുമ്പോഴേ അത് നമ്മൾ പെയ്ഡ് കൊടുത്ത് പ്രൊമോഷൻ ചെയ്യുകയാണെങ്കിൽ അത് ഫസ്റ്റ് വരും. പിന്നെ വീഡിയോ കൊടുക്കണമെങ്കിൽ നമ്മളിവിടെ ഏത് വീഡിയോ ആണെന്നുള്ളത് ഇവിടെ കൊടുക്കുക. വീഡിയോസ് ഇതിനകത്ത് കുറച്ച് ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ള വീഡിയോസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഏത് വീഡിയോ ആണ് നമ്മളിത് കൊടുക്കുന്നതെന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഇതാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മളത് പ്രസ് ചെയ്യുക, അത് സെലക്ട് ചെയ്ത് സേവ് ചെയ്യുക. സേവ് ചെയ്യുമ്പോൾ നമുക്കവിടെ ഇത് വീഡിയോയുടെ വന്നിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബിലെ ഉള്ള വീഡിയോ എങ്ങനെയാണുള്ളത് വരും. പിന്നെ അതിന് ശേഷം ഏറ്റവും താഴെ HTML കാണിക്കും. അപ്പോൾ അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അത് ക്യാൻസൽ ചെയ്യുന്നു. പിന്നെ അതിന് ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുന്നു. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ 3ാമത്തെ സ്റ്റേജിലേക്ക് വന്നു. കൺഫർമേഷൻ ആകുന്നുണ്ട്. ഇതിലിപ്പം മാർച്ച് 6 മുതൽ എൻഡ് ഡേറ്റ് കൊടുത്തിട്ടില്ല. എൻഡ് ഡേറ്റ് കൊടുക്കാതിരിക്കുമ്പോൾ നമുക്ക് പിന്നെ പേയ്മെന്റ് അടച്ചു കൊടുത്ത് മാത്രം ചെയ്താൽ മതി.
എല്ലാ രാജ്യത്തേക്കുമാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ലാംഗ്വേജ് സൈസാണ് ഇംഗ്ലീഷ് മലയാളം. പിന്നെ ബഡ്ജറ്റ് 1000 രൂപയ്ക്കാണ് ഒരു ദിവസം. ക്യാമ്പയിൻ പ്രൊമോഷനാണ്. ഇൻസ്റ്റാൾ വോളിയം ഒരു ഇതാണ്. ഇത് 5 ഹെഡ്ലൈൻസ്, 5 ഡിസ്ക്രിപ്ഷൻ, 5 ഇമേജസ്, ഒരു വീഡിയോസും കൊടുത്തിട്ടുണ്ട്. അപ്പം കണ്ടിന്യൂസ് ചെയ്യുക. കണ്ടിന്യൂസ് വരുമ്പോൾ കൊടുത്തതിന് ശേഷം ഞാനിപ്പം ചെയ്തതാണ് ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട്. ഇനി ഇത് വെയിറ്റിംഗ് അപ്രൂവലാണ്, ക്യാമ്പയിൻ പെൻഡിങ് ആണ്. പിന്നെ അതിനുശേഷം വെയിറ്റിംഗ് അപ്രൂവൽ പോകും. അതിനുശേഷം ക്യാമ്പയിൻ ലേണിംഗ് വരും. അപ്പോൾ അവർ സെർച്ച് ചെയ്ത് പിന്നെ റൺ ആവാൻ തുടങ്ങും. ഇനി ഇതിൻ്റെ ഓരോ കംപ്ലൈൻറ്റ് വരും. നമ്മൾ ചെയ്തതിൻ്റെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുമ്പോൾ നാളെ എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ മെയിൽ വരും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉള്ളതെന്നുള്ളത്. അപ്പോൾ നമ്മളത് വീണ്ടും എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു 3-4 പ്രാവശ്യം എഡിറ്റ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് റണ്ണാക്കാൻ തുടങ്ങും. അപ്പോൾ കുറച്ച് പൈസ ചിലവ് നമുക്ക് പ്ലേ സ്റ്റോറിലും യൂട്യൂബിലൊക്കെ ആഡ് കൊടുക്കുന്നത് എങ്ങനെയാണ് ഈ വീഡിയോ എന്ന് മനസ്സിലാക്കി. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നീട് വരാം.